ശത്രുസംഹാര പൂജ. ഇതിനെപ്പറ്റി വളരെ മോശമായ ധാരണ എനിക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് ഈ പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ തേർഡ് പാർട്ടി എനിമീസ് ആരോ ആയിക്കോട്ടെ, നമുക്ക് പൈസ തരാത്തവർ, നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്നവർ, ബേസിക്കലി ഇവരെയൊക്കെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പൂജയാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. സത്യം അറിഞ്ഞപ്പോൾ മനസ്സിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ എനിക്കും തോന്നിയപ്പോൾ ആക്ച്വലി പൂജ ചെയ്യുന്ന എന്തിനാ അറിയും? നമ്മളുടെ മനസ്സിലുള്ള നമ്മളാകുന്ന ശത്രു, അതായത് ബേസിക്കലി എൻ്റെ സെൽഫ് ഡെവലപ്മെന്റിന് ഞാനായിട്ട് തടസ്സം നിൽക്കുകയാണ് പല സമയത്തും. എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, എൻ്റെ ഈഗോ, എൻ്റെ നെഗറ്റിവിറ്റി, ഇതൊക്കെ ഈവിൾസ് ആയിട്ട് മാറി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റും ഒക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ബാക്കിയുള്ളവർ തലയടിച്ച് പോകാൻ വേണ്ടിയല്ല. ഇതുപോലെയാണ് പല ഐഡിയാസും, ചില ആൾക്കാരെ പറ്റി നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സിലെ ഇമേജ്, പലരും പറഞ്ഞു കേട്ടിട്ടും നമ്മൾ മനസ്സിലാക്കിയെടുത്തുമായിട്ടുള്ള ഇമേജ്, അത് വെച്ചായിരിക്കും, ആ കൺസീവ്ഡ് ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്ന് ചിലപ്പോൾ ആ മനുഷ്യനെ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അയാളായിരിക്കും ലൈഫിൽ നമ്മുടെ ഏറ്റവും വലിയ ഉപകാരം ചെയ്യാൻ പോകുന്ന ആൾ. അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ അടുത്തുനിന്ന് പോയി കാണാൻ ശ്രമിച്ചാൽ, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും.